മലയുടെ പ്രതിഷേധം മലയുടെ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കരുത് കണ്ടില്ലെന്ന് നടിക്കരുത്. മയക്കൊടി വെച്ചിട്ടോ എങ്ങനെയും ഇതിൽ പിടിക്കാനൊരു സംവിധാനം കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 4-5 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അതിന് മുൻപായിട്ട് ഞാൻ കൃത്യമായിട്ടൊരു മറുപടി വനംവകുപ്പിന്റെ ഭാഗത്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ സമരസമിതി മുന്നോട്ട് പോകുന്നതാണ് അറിയിക്കാനുള്ളത്. കാലങ്ങളായി പെരിന്തൽമണ്ണ മണ്ണാർമല പ്രദേശത്തെ ജനങ്ങൾ പുലി ഭീഷണിയിൽ വലിയ ഭയാശങ്കയോട് കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. ഏകദേശം 20 തവണയിലധികം പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും തുടർച്ചയായി 2 ദിവസങ്ങളിലായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടും യാതൊരുവിധ നടപടിയും വനം വകുപ്പ് സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് വലിയൊരു പ്രതിഷേധവും ബഹുജന മാർച്ചും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചിരുന്നു. നമ്മളോടൊപ്പം ഈ ഒരു പ്രദേശത്തെ സമരസമിതി പ്രവർത്തകർ രംഗത്തുണ്ട്. എങ്ങനെയാണ് ഇത്തരം ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നിങ്ങളെ നയിക്കാനുണ്ടായ സാഹചര്യം? മാസങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ പുലി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം പോയി 2 ദിവസം രാത്രി ഇത് ചാനലുകളിലൊക്കെ വന്ന ന്യൂസാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ പുലർച്ചെ രാവിലെ റോഡ് ഉപരോധം വരെ നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവൺമെൻറ് തലത്തിൽ നിന്ന് അതായത് തീർച്ചയായിട്ടും നടപടി ഉണ്ടായിരിക്കണം. അതായത് മയക്കൊടി വെച്ചിട്ടോ എങ്ങനെയും ഇതിൽ പിടിക്കാനൊരു സംവിധാനം കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏകദേശം ഒരു 20 തവണയിലധികം പുലിയുടെ സാന്നിധ്യം ക്യാമറയിൽ പതിഞ്ഞതാണ്. പലതവണ നിങ്ങൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് വനം വകുപ്പിന്റെ ഒരു അലംഭാവം? ഞങ്ങൾക്ക് ഒരേ ഒരു ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. വനം വകുപ്പ് ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഇത്തരത്തിലുള്ള ആദ്യഘട്ടത്തിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പുലിയല്ല എന്ന് പറഞ്ഞ് നിരസ്കരിക്കും. അതിനുശേഷം ഞങ്ങൾ ക്യാമറകൾ വെച്ച് 10-15 പ്രാവശ്യത്തോളം ഇതിൻ്റെ തെളിവുകൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിന് ജസ്റ്റ് ഞങ്ങൾ ഇതേ രീതിയിലുള്ള എല്ലാ ഓഫീസുകളും ഞങ്ങൾ കയറി ഇറങ്ങിയതാണ്. മന്ത്രി വരെ 2 പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു കൂട് ഇവിടെ കൊടുത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് സ്ഥാപിക്കാൻ തന്നെ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും വേണം. 2-3 പേര് മാത്രമാണ് ഈ ഓഫീസേഴ്സ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും 99% കാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് കൂട് വെച്ചത് കൊണ്ട് മാത്രം ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല, അത് പിടിക്കപ്പെടില്ല. അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള നടപടികളുമായിട്ട് വനംവകുപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ആവശ്യം. പൊതുവെ കുറെ കാലങ്ങളായി പ്രദേശത്തെ ജനങ്ങൾ വലിയ ഭീഷണിയോട് കൂടെ തന്നെ വലിയ ഭയാശങ്കയോട് കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ തുടർച്ചയായി 2 ദിവസങ്ങളിലായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുന്ന സാഹചര്യം കുറച്ചധികം ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ലേ ഇവിടുത്തെ ജനങ്ങളിലേക്ക്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ ഒരു മരണം സംഭവിച്ചാലേ ഈ സർക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ എന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഒരുപാട് തവണ DFOക്കും അതുപോലെ സർക്കാരിനും ഒരുപാട് തവണ ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു സമയത്തിനപ്പുറം ഈ ഒരു പ്രദേശത്തിലൂടെ ബൈക്ക് യാത്രികർക്കോ അല്ലെങ്കിൽ വാഹന യാത്രികർക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് നിങ്ങളുടെ തുടർന്നുള്ള സമര പരിപാടികൾ? ഞങ്ങൾക്ക് ഒരു വിഷയത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കാരണം പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കാർ വരാൻ കൂട്ടാക്കുന്നില്ല. ഭയപ്പാട് കൊണ്ട് അവർ വരുന്നില്ല. കാരണം തിരിച്ചു പോകാനുള്ള പേടികൊണ്ടൊക്കെ. മാത്രമല്ല കർഷകർക്ക് ഈ റബ്ബർ വെട്ടാനോ കാര്യങ്ങൾക്ക് ഒന്നും തന്നെ പറ്റുന്നില്ല. ഞങ്ങൾ ഇന്നിവിടെ ബഹുജന രീതിയിൽ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ എല്ലാ ആളുകളെയും വിളിച്ചിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള സമരം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഇപ്പോൾ ഞങ്ങൾ സമരം കഴിഞ്ഞ ഉടനെ നേരെ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഉൾപ്പെടെ അവിടെ പോയിട്ടുണ്ട്. കളക്ടറേക്ക് നേരിട്ടാണ്ട് നിവേദനം കൈമാറിയിട്ട് ഞങ്ങൾ ആശങ്ക ഒന്നുകൂടി അറിയിക്കും. സബ് കളക്ടർ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ സമരം അവസാനിപ്പിച്ചത്. താൽക്കാലികമായിട്ട് മാത്രമാണ്. ഇനിയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ ആരംഭിക്കാൻ പോകുകയാണ്. 4-5 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അതിന് മുൻപായിട്ട് ഞാൻ കൃത്യമായിട്ടൊരു മറുപടി വനംവകുപ്പിന്റെ ഭാഗത്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ സമരസമിതി മുന്നോട്ട് പോകുന്നതാണ് അറിയിക്കാനുള്ളത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഈ ഒരു സ്ഥലം സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന നടപടികൾ എന്തൊക്കെയായിരുന്നു? MLA ഈ കാര്യത്തിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികളെ കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഡയറക്ടർ ഓഫീസിൽ വരെ ഇതിൻ്റെ കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് നിവേദനം കൈമാറിയതാണ്. മാത്രമല്ല റേഞ്ച് ഓഫീസറെ വിളിച്ചു വരുത്തി MLAയുടെ ഓഫീസിൽ ഇവിടുത്തെ പൗരസമിതിയുടെ പ്രവർത്തകർ എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയാണ് യോഗം കൂടിയിട്ട് അന്ന് റേഞ്ച് ഓഫീസർ ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് വാക്ക് തന്നിരുന്നതാണ്. മാത്രമല്ല കളക്ടർ ഓഫീസിൽ വെച്ചുകൊണ്ട് DFO മറ്റുള്ള കൂടുതൽ ഫോഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ നടത്തിക്കൊണ്ട് വേണ്ട ആവശ്യമായ നടപടികൾ ചെയ്യാമെന്നൊക്കെ വാക്ക് തന്നിരുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു വാക്കും തന്നെ
പിന്നെ റേഞ്ച് ഓഫീസറോ അല്ലെങ്കിൽ വനവകുപ്പും മന്ത്രിയോ അതല്ലെങ്കിൽ DFO ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. MLA ഇന്നും MLA ഇവിടെ നിന്ന് സ്ഥലത്തില്ല, ഇവർക്ക് കുറിച്ച് അന്വേഷണമുണ്ട്. MLA വന്നു കഴിഞ്ഞാൽ ഇതിനൊരു മറുപടി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭം കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാലങ്ങളായി ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് തന്നെയാണ് സമരസമിതി പ്രവർത്തകർ നമ്മളുമായി സംസാരിച്ചിട്ടുള്ളത്. ഇനിയൊരു അപകടവും മരണവും സംഭവിക്കുന്നത് വരെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കാത്തിരിക്കണോ അധികാരികളെ എന്ന ചോദ്യം മാത്രമാണ് ഇവർക്കെല്ലാവർക്കും ഒരേ സ്വരത്തിൽ ചോദിക്കാനുള്ളത്. മണ്ണാർമലയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ്, കോഓപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ്, BBA, BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, BCA, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, MCom, MA ഇംഗ്ലീഷ് തുടങ്ങിയ 9 UG കോഴ്സുകളും 2 PG കോഴ്സുകളുമായി ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജൈത്രയാത്ര തുടരുന്നു. മാറുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ കരിയറിനെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ മികച്ച അധ്യാപകരുടെ സേവനം. ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പൊന്നിയാകുറിശി, പെരിന്തൽമണ്ണ.